ഇന്നൊരു കസ്റ്റമർ മെസ്സേജ് അയച്ചാണ് 2 മാസമായി ദുബായിൽ വന്ന് ജോലി അന്വേഷിക്കുന്നു. റെസ്യൂം അപ്ലൈ ചെയ്തിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. ഞങ്ങൾ വഴി റെസ്യൂം ചെയ്തിട്ട് ജോലി കിട്ടിയ ഒരു സുഹൃത്താണ് ഞങ്ങളുടെ നമ്പർ അവർക്ക് കൊടുത്തത്. അപ്പോൾ നല്ലൊരു ATS-നുള്ള റെസ്യൂം ഉണ്ടാക്കി തരാമെന്നായിരുന്നു ആ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്. ഞങ്ങൾ ആ കസ്റ്റമറിൻ്റെ റെസ്യൂം ടെക്നിക്കലി ചെക്ക് ചെയ്തു. അത് ഒരു ATS-നുള്ള റെസ്യൂം തന്നെയായിരുന്നു. ആ റെസ്യൂമിൽ ആകെ ഒരു 4 പോരായ്മകൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഫോൺ നമ്പർ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇമെയിൽ ID ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. എപ്പോഴും നമ്മളൊരു ATS-നുള്ള റെസ്യൂം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലെടുത്ത റെസ്യൂം നോക്കിയിട്ട് ഇതിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഇതിൽ കളർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ATS-നുള്ള റെസ്യൂം അല്ല എന്നല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും ടെക്നിക്കലി ATS സോഫ്റ്റ്വെയർ ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ആ CV PDF ഫോർമാറ്റിലോ വേർഡ് ഫോർമാറ്റിലോ ആയിരിക്കണം അത് അപ്ലോഡ് ചെയ്ത് നോക്കുക സൈറ്റിൽ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ കാണിക്കും അതിലെന്തൊക്കെ ടെക്നിക്കലി എറർ ആണുള്ളത്, ATS-നുള്ള റെസ്യൂം ആണോ അല്ലയോ എന്നുള്ളത്. കസ്റ്റമർ ശരിക്കും പുതിയൊരു റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇത് നല്ലൊരു ATS-നുള്ള റെസ്യൂം തന്നെയായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. അതിൽ ആ എറേഴ്സ് നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തു എന്തായിരുന്നു പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്.